ഈ ദേഷ്യമുള്ള ആൾക്കാരുണ്ട്, ഭയാനകമായിട്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമുള്ള കുറെ നക്ഷത്രങ്ങളുണ്ട്. നന്മ ചെയ്യാൻ ഏറ്റവും നല്ല ദേഷ്യമുള്ള ആൾക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും ദേഷ്യപ്പെടുന്ന ഒരാളാണ് അശ്വതി നക്ഷത്രം. ഒറ്റയടിക്ക് ദേഷ്യപ്പെട്ട് കളയും. നമുക്ക് സൗമ്യമാണെന്നൊക്കെ തോന്നിക്കളയും. കണ്ടു കഴിഞ്ഞാൽ വെറും പഞ്ചഭാവ. നമസ്കാരമുണ്ട് സാറേ, ആ കുലീന വിനയത്വം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എൻ്റെ ദൈവമേ ഭയാനകമാണെന്ന് വിചാരിക്കും. ഇവരുടെ മനസ്സിൽ എന്തുവാണെന്ന് പോലും നമുക്കറിയത്തില്ല. അത്രയ്ക്ക് ഇത് അനുസരിച്ചുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നന്മ ചെയ്യാൻ അവരെ കഴിഞ്ഞ് വേറെ 27 നാളിൽ ആരുമില്ല. അത്ര നല്ല നാളാണ് അശ്വതി നക്ഷത്രം. കുതിരയെ പോലും ഇങ്ങനെ ചാടുവന്നേ ഉള്ളൂ. അതുപോലെ ഭരണി നക്ഷത്രം വ്യക്തമായിട്ട് ദേഷ്യം വരുന്ന ആളാണ്. വ്യക്തമായിട്ട് സുന്ദരമായിട്ട് ദേഷ്യം വരും. പക്ഷെ അവർ നന്മകൾ ചെയ്യും. പക്ഷെ ഇവർ നന്മകൾ ചെയ്യുന്നത് പുറത്തു പോകില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. മറ്റുള്ളവർ ഇത് അറിയാതെ നന്മ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാര് എന്നാണ് പറയുന്നതാണ്. അതുപോലെ ആയില്യം നക്ഷത്രം അതുപോലെ മക നക്ഷത്രക്കാര്, അതുപോലാണ് ചിത്തിര നക്ഷത്രക്കാര്. ചിത്തിര നക്ഷത്രക്കാർക്ക് ദേഷ്യം വരണേ കുറെ സമയം എടുക്കും. ഇങ്ങനെ പമ്മി 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 നിന്നിട്ട് പുലിയെ പോലെ, ഈ പുലിമുരുകൻ സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, പുലി പമ്മുന്ന എന്താ പതുങ്ങുന്ന എന്തിനാ, പുതിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലുള്ള ഒരു സംഭവമാണ് ചിത്തിര നക്ഷത്രം. മനസ്സിൽ വെച്ച് പെരുമാറത്തക്ക രീതിയിലുള്ള അവസ്ഥാന്തരമുള്ള ഒരു നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. ചിരിച്ചും കളിച്ചും ഒക്കെ നിന്നിട്ട് നമുക്ക് അവസാനം പണി തരാവുന്ന തന്നിട്ടേ പോകത്തുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. ചിത്തിര എന്നോട് പിണങ്ങിയാലും വേണ്ടിയല്ല. അതുപോലെ തന്നെയാണ് ചോതി ഐതിഹ്യമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ചോതി നിങ്ങളെ 100ൽ 99% ചോതി നക്ഷത്രക്കാരോട് നിങ്ങളെ ഒന്ന് പെരുമാറി നോക്കിക്കൂ, ഒരു 2 മാസം അടുപ്പിച്ച്. അതുപോലുള്ളൊരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. പെട്ടെന്ന് ദേഷ്യം വരും എന്ന വളരെ പാവമാണ്. അതുപോലെ ഉത്രാട നക്ഷത്രം എടുത്തിയാടി സംസാരിക്കുകയും ജാടയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ജാടയും ഗുണ്ടയും ഒക്കെയാന്നൊക്കെ തോന്നും ആണുങ്ങളാണെങ്കിൽ. വെറും പാവം, മനസ്സുള്ളിൽ ശുദ്ധമാണ്. ഒരു കൈ മുറിഞ്ഞ് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകും. അത്ര ശുദ്ധമായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. പിന്നെ അതുപോലെ ചതയമുണ്ട്. ചതയ ഏത് നിമിഷവും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള നക്ഷത്രമാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ആരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നക്ഷത്രമാണ്. ഉള്ളിൽ നന്മകളും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള നക്ഷത്രമാണ്. ആരെയും വകവെക്കാത്ത നക്ഷത്രമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള നക്ഷത്രമാണ് ചതയ നക്ഷത്രം. അതുപോലെ പൂരൂരുട്ടായ നക്ഷത്രം. പൂരൂരുട്ടായ നക്ഷത്രത്തിന്റെ മനസ്സ് പഠിക്കാനേ പറ്റില്ല എന്നാ പറയാ. അതുപോലെ തന്നെ നക്ഷത്രമാണ് ഉത്രട്ടാതി. ഇത്രയും നക്ഷത്രങ്ങളാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്. എന്തിന് നിങ്ങൾ ദേഷ്യപ്പെടുന്നു? മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു വൃഥ എന്ന് നമ്മള് പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ മത്സരിക്കൊന്നും വേണ്ട. നമ്മളെല്ലാം ഒരുപോലൊക്കെ തന്നെയാണെന്നേ. ചില ദേഷ്യവും കുശുമ്പും എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട് ഇല്ലേ? ചില കുശുമ്പൊക്കെ ഇല്ലെന്ന് പറയാവോ? മറ്റൊരാൾ എന്തെങ്കിലും നല്ലൊരു സാധനം മേടിക്കും, ഒരല്പം കുശുമ്പില്ലേ? എന്നാലും ഒരു ചെറിയതൊക്കെ ഉണ്ട്.